അപ്പോൾ ഈ 2 ചെടികൾ കൊണ്ടാണ് ഞാൻ ഇന്നത്തെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. ഈ ജോയ് പോത്തോസ് കുറച്ച് നീളമുള്ള ഒരു ജോയ് പോത്തോസാണ്. അതുപോലെ തന്നെ ഒരു സക്കലൻറ്റ് പ്ലാന്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തിരിക്കുന്ന ഒരു ഹാങ്ങറാണ്. ഈ ഹാങ്ങറും ഉണ്ട്. അപ്പോൾ നമുക്കിത് കൊണ്ടൊന്ന് ചെയ്യാം. എൻ്റെ മനസ്സിലൊരു പ്ലാനുണ്ട്. അപ്പോൾ ആ പ്ലാൻ അനുസരിച്ച് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ കാണിക്കാം ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിക്കാം. ഓക്കെ, ഉദ്ദേശിച്ചതേപോലെ ചിലപ്പോൾ മരണമൊന്നുമില്ല. നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ മാറിപ്പോകുമല്ലോ. ഇനി നമുക്ക് ഒരുമാതിരി സെറ്റപ്പായിട്ട് നമുക്ക് വ്യത്യസ്തതയുള്ളൊരു കാര്യം നമ്മൾ ക്രിസ്മസിന് വയ്ക്കാൻ വേണ്ടി അത്രേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് അത്രേ ഉള്ളൂ. ഇപ്പോൾ എപ്പോഴും നമ്മൾ കാണുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇതിവിടെ വേര് പിടിച്ച ഒരു ചെടിയാണ്. ഇത് പൂവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ചെടി എടുത്തത്. ഈ ചെടി എടുക്കാൻ പ്ലാനില്ലായിരുന്നു, പക്ഷേ ഇത് നല്ല പൂവുണ്ടല്ലോ എന്ന് ഓർത്ത് ഇത് എടുത്തതാണേ. ഞാൻ കഴിഞ്ഞ ദിവസം വെച്ച ഒരു സക്കലൻ്റ് അറേഞ്ച്മെൻറ്റ് ഞാൻ ചെയ്തിരുന്നു. അതിനന്നേരം എടുത്തപ്പോൾ അതിന് പൂവില്ലായിരുന്നു. ഇതുകൊണ്ട് ഇത് വേര് പിടിച്ച ചെടിയാണ്. അപ്പോൾ ഞാൻ ഈ ചെടി ഇതിലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇത് 2 ഉണ്ട്, ജോയ് പോത്തോസ് 2 ഉണ്ട് ഇതിനകത്ത്. ഇനി ഇത് കഴിയുമ്പം നമ്മുടെ ക്രിസ്മസ് കഴിയുമ്പോൾ നമുക്ക് ഈ ചെടി ഇങ്ങോട്ട് മാറ്റിയെടുക്കുകയും ചെയ്യാൻ വേണമെങ്കിൽ. ഇപ്പം ക്രിസ്മസിന് വേണ്ടി ഞാനിങ്ങനെ സെറ്റ് ചെയ്തെന്നുള്ളൂ കേട്ടോ. എനിക്ക് ഈ ചെടി ഒരുപാടൊന്നും ഉണ്ട് എൻ്റെ ഇല്ല, ഈ സക്കലൻ്റ് പ്ലാന്റ്. അപ്പം നമുക്കിത് ഒരു അറേഞ്ച്മെൻറ്റിന് വേണ്ടി ഞാൻ എടുക്കാം. ഇത്രയും മണ്ണുണ്ട്, ഇത്രയും മണ്ണിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കുറച്ച് മണ്ണ് കളയാം. അപ്പം ഞാൻ ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട്. ഉണ്ടോ, മണ്ണ് ഇത്രയും മതി. ഇത്രയും വയ്ക്കാനുള്ള സ്പേസ് ഉള്ളതാനും. ഈ ജോയ് പോത്തോസ് ഇതിൻ്റെ അകത്ത് നിൽക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നട്ട് വെച്ചിരുന്നതാണേ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇതും കൂടെ വെച്ചിട്ട് അങ്ങോട്ട് ക്രിസ്മസിന് വേണ്ടി സെറ്റ് ചെയ്യുന്നുള്ളൂ. കഴിയുമ്പം നമുക്ക് ചിലപ്പം തോന്നും ജോയ് പോത്തോസ് ഇല്ലാതിരുന്ന ഈ സക്കലണ്ട് വെക്കാതിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് ചിലപ്പം തോന്നും കേട്ടോ. അതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചൊക്കെ. പക്ഷേ ഇതിൻ്റെ ഈ ഫ്ലവർ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിതിവിടെ വെച്ചത്. ഫ്ലവർ ഉള്ളതിരിക്കട്ടെ എന്നോർത്തെ. നമുക്ക് ഭയങ്കര ഇങ്ങനെ അങ്ങ് ഫിറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ എന്നാ ഉദ്ദേശിക്കുന്നത് എന്നാന്ന് മനസ്സിലായി കാണത്തില്ലേ. ഇത്രയും ചെയ്യുമ്പോൾ മനസ്സിലാവുമല്ലോ എങ്ങനെയാണെന്ന്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ജോയ് പോത്തോസിനെ ഇങ്ങനെ അങ്ങ് ചുറ്റി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യത്തെ കുറച്ച് ഭാഗത്ത് ഇതിന് ഇലയില്ല. അപ്പം നമുക്ക് ഇല്ലാത്ത ഭാഗം 2 കൂടെ ഒരുമിച്ച് വയ്ക്കാം. അല്ലെങ്കിൽ ഇല്ലാത്ത വയ്ക്കുമ്പോൾ ഒരു സുഖമില്ലല്ലോ. നമുക്കിത് കെട്ടി വയ്ക്കാം. നമ്മുടെ മുകളിലേക്ക് നമുക്ക് സ്പാഗ്നം മോസ് ഇട്ട് നിറയ്ക്കാം. ഇപ്പോൾ ഇത്രയും മണ്ണിൻ്റെ ഇത്ര ആവശ്യമുള്ളൂ. ഈ അമ്മയ്ക്ക് നമ്മുടെ ഈ ഹാങ്ങർ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഹാങ്ങറിനെ ഞാൻ ഇങ്ങനെ അങ്ങ് ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടോ, ഒരു റൗണ്ട് രീതിയിലാക്കി എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഹാങ്ങറിനെ ഇതിൻ്റെ അടിയിൽ ഇതിലേക്ക് അങ്ങ് കുത്തിവെക്കാം. കണ്ടോ,
നമ്മൾ ഇത്രയും ശരിയാക്കി എടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഇവിടെ ഓർണമെൻറ്റ്സ് ഫിറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു സ്റ്റാർ കൊടുക്കുകയാണ്. നമ്മുടെ സ്റ്റാറാണല്ലോ മെയിൻ താരം ക്രിസ്മസിൻ്റെ. അപ്പം ഞാൻ ഇതിനുള്ള ഇങ്ങനെ അറേഞ്ച്മെൻറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സ്റ്റാറിനെ ഫിറ്റ് ചെയ്യാം ഇങ്ങോട്ട്. അപ്പം നമ്മുടെ അറേഞ്ച്മെൻറ്റ് കഴിഞ്ഞ് ഇനി ഞാനിവിടെ ഒരു സ്റ്റാറിനെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1-2 ഓർണമെൻറ്റ്സും കൂടെ കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ഓർണമെൻറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമ്മൾ ഈ പൊടിയൊക്കെ പറക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെയുള്ള ഫില്ലിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് സ്പാഗ്നമോസ് ആയിരുന്നല്ലോ. നമുക്ക് സ്പാഗ്നമോസ് ഇതുപോലെ മുകളിൽ വെച്ച് അങ്ങ് ഫില്ല് ചെയ്യാവേ. അങ്ങനെയാകുമ്പം പൊടിയൊക്കെ പറക്കാതിരിക്കും. അതിവിടെ ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും. നമ്മൾ പുറത്തൊക്കെ വെക്കുവാണെങ്കിൽ ഈർപ്പം നിലനിൽക്കാൻ വേണ്ടി സഹായിക്കും. അകത്താണെങ്കിലും അത് സ്പാഗ്നമോസ് ഉണ്ടെങ്കിൽ കുറച്ച് ഈർപ്പം നിന്നോളൂ. നമ്മൾ ചതുപ്പിടത്തില്ലേ, അതാണ്. ഞാനൊരു ചെറിയൊരു ബോയായിട്ട് കെട്ടുന്നില്ല. അതെന്ന് വെച്ചാൽ കെട്ടിയാൽ ചിലപ്പോൾ ഇരിക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കാം. കെട്ടിയാൽ ഇരിക്കത്തില്ല എന്ന് വെച്ചാൽ ഇത് റൗണ്ടല്ലേ, എപ്പോഴും വീണ് പോകാൻ സാധ്യതയുണ്ട്.